ഇന്ന് കാട്ടിലോട്ട് പോവുകയാണ്. അതെ ഗൈസ്, ഇൻട്രോയിൽ കണ്ടപ്പോൾ ഞാൻ ഇന്നൊരു കാട്ടിലോട്ട് പോവുകയാണ്, ലണ്ടനിലെ കാട്ടിൽ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ഫോറസ്റ്റിലോട്ട് പോവുകയാണ്. ഇത് ഇത്തിരി ഔട്ടറാണ്, ലണ്ടനിൽ തന്നെ ഇത്തിരി ഉള്ളിലോട്ട് പോയിട്ടുള്ള സ്ഥലം. ഒരു വലിയ കാറ്റാണ് ഞാൻ കയറിക്കൊണ്ടിരിക്കുന്നത്. ടുഡേ ഈസ് മൈ ഔട്ട്ഫിറ്റ്. ഹൗ ക്യൂട്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ എനിക്ക് പേടിയാവുന്നു. Wow, amazing. We're going for this. ലണ്ടനിൽ വന്ന് ഞാൻ ഇത്ര കാക്കനെ ആദ്യമായിട്ടാണ് കാണുന്നത് ഗൈസ്. ഒരുപാട് കാക്കകൾ. നേരെ കാണുന്നത് ഒരു കുഞ്ഞു ട്രെയിനാണ് ഗൈസ്. നമുക്ക് ഈ ഫോറസ്റ്റ് ഫുള്ള് ചുറ്റിക്കറങ്ങി കാണാൻ ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നൊരു സർവീസ്. ലൈക്ക് £3 സംതിങ് ടിക്കറ്റ് ചാർജ് ഉള്ളൂ. കിഡ്സിനൊക്കെ നല്ല എൻ്റർടൈൻമെൻ്റ് ആണത്. പിന്നെ കുറേ ബേർഡ്സിനെയൊക്കെ കണ്ടു. ഇത് ആക്ച്വലി എനിക്കറിയില്ല എൻ്റെ നെയിം എന്താണെന്ന്. താത്തയോ എന്താണെന്ന് തോന്നുന്നു, അറിയത്തില്ല. ലണ്ടൻ എന്ന് പറഞ്ഞാൽ സോ ബിസി പ്ലേസ് ആണ്. അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നമ്മൾ നാച്ചുറൽ വൈബൊക്കെ ഒന്ന് ആസ്വദിക്കുമ്പോൾ ലൈക്ക് നാട്ടിൽ വന്നൊരു ഫീലായിരുന്നു. ഇവിടെ ഒന്നും ഇറങ്ങാനും പറ്റില്ല, ഫിഷിങ്ങും പറ്റത്തില്ല. ഇവിടെ ഫിഷിങ്ങിന് ലൈസൻസ് ഒക്കെ വേണം. ഫിഷിംഗ് ഉണ്ട്, ബട്ട് ഇവിടെ ഫിഷിങ്ങിന് ലൈസൻസ് വേണം, അല്ലേ പിടിച്ച് വെള്ളത്തേക്ക് തന്നെ ഇടണം. അങ്ങനെ നടന്ന് തളർന്നു. ഇപ്പം എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു നേരെ ഒരു കഫേയിലോട്ടാണ് പോകുന്നത് ഗൈസ്. ഇതാണ് എൻ്റെ ക്രൂയിസാൻ്റെ ഡ്രിങ്കിൻ്റെ പേര് എനിക്കറിയത്തില്ല. ബ്ലൂബെറി എന്തോ ഫ്രഷ് ബ്ലൂബെറി മിക്സ് ചെയ്തൊരു ഡ്രിങ്കാണ്. ഐ ഡോണ്ട് നോ നെയിം. ഈ ഫോറസ്റ്റിൽ വന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാർട്ടാണ് ഈ സ്ഥലം. അടിപൊളി വ്യൂ, നല്ല കാറ്റും തണുപ്പും, വെയിലധികമില്ല. സോ ബ്യൂട്ടിഫുൾ. നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന പോലെ, ലൈക്ക് ഡിസ്കവറി ചാനലിലുള്ള പോലത്തെ ഒരു പ്ലേസ്. പിന്നെ ഇവിടെ കിഡ്സിന് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കുഞ്ഞ് പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് നേരെ പോകുന്നത് ഫാമിലോട്ടാണ്. അവിടെ ഹോഴ്സുണ്ട്, കുറേ ഷീപ്പുണ്ട്, ഗോട്ടുണ്ട്, ഹെന്നുണ്ട്. ആക്ച്വലി ഇതിൻ്റെ ഓപ്പണിംഗ് ടൈം നമുക്കറിയാത്ത കാരണം നമ്മൾ ഒരുപാട് ലേറ്റായി. നമ്മൾ ലാസ്റ്റ് ടൈമിലാണ് ഈ ഫാമിലോട്ട് കയറിയതുകൊണ്ട് നമ്മുടെ കുറേ ടൈം വേസ്റ്റ് ആയിപ്പോയി. അങ്ങനെ ലാസ്റ്റ് ടൈമിലാണ് നമ്മൾ ട്രെയിനിൽ കയറാൻ പോകുന്നതും ഈ ഫാം വിസിറ്റ് ചെയ്തതും. സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് കുറച്ച് ഹോഴ്സിനെ കാണാം. പിന്നെ ഷീപ്പ്, ഗോട്ട്, ഹെന്ന്, പീക്കോക്ക്, കുറേ സാധനങ്ങളുണ്ട്. സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കൂടുതൽ കിഡ്സാണ്. ഇത് ആക്ച്വലി കിഡ്സിനൊക്കെ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ്. ഈ വീഡിയോ കണ്ടിന് ആർക്കെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ ലൊക്കേഷനും പോസ്റ്റ് കോഡൊക്കെ അടിയിൽ മെൻഷൻ ചെയ്യാം. ഒരുപാട് നാളായിട്ട് വരണം. ഇത് ആക്ച്വലി ഞങ്ങളുടെ വീടിന് അടുത്താണ്. ഞങ്ങൾക്ക് വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല. 10 മിനിറ്റ് ബസ്സിൽ ട്രാവൽ ചെയ്യാൻ ഉള്ളൊരു ദൂരമേ ഉള്ളൂ. ഞങ്ങൾ കുറേ നാളായി വരണം എന്ന് വിചാരിച്ചു. ഫൈനലി ഞങ്ങൾ വന്നതും ഞങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നില്ല. എന്നാലും മാക്സിമം ഞങ്ങൾ എൻജോയ് ചെയ്തു. ലൈക്ക് നാട്ടിൽ വന്ന ഒരു വൈബാണ്, പക്ഷെ നാട്ടിൽ ഇത്ര വൃത്തിയില്ല ഗൈസ്.
ഇവിടുത്തെ പിള്ളേർക്ക് നാട്ടിലെ പോലെ കോഴീനെ വിളിക്കുന്നൊന്നും അറിയില്ല. ബബ്ബ അതുപോലെ ഒന്നും പിള്ളേർക്ക് അറിയില്ല. അപ്പം ഞങ്ങൾ ഇവിടുത്തെ കൊച്ചുങ്ങളെ കളിയൊക്കെ ആയിരുന്നു ഗൈസ്. നമ്മുടെ നാട്ടിലെ കോഴികളെ ബബ്ബ എന്ന് വിളിച്ചാൽ കോഴികൾ ഓടി വരും. അപ്പോൾ ഇവൻ എന്നെ അത് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് നിനക്ക് ഞാൻ കണ്ടന്റ് തന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി നമ്മൾ അവൻ്റെ സുഹൃത്തിനെ കണ്ടുമുട്ടി. പക്ഷെ അവനെ കണ്ടിട്ടൊരു മൈൻഡില്ല ആൾക്ക്. ഇങ്കി പിങ്കി പോങ്കി ഫാദർ ലിയേ ആ കൊച്ചി ഷീപ്പ് അടുത്തേക്ക് വന്നപ്പോൾ എക്സൈറ്റ്മെൻറ്റിൽ ഓടി വരുന്നതാണ് അതിനെ കാണാൻ. പിന്നെ ഷോർട്ടായിട്ടുള്ള 2 ഹോഴ്സിനെ കണ്ടു. ഇതിനെ ഞാൻ എവിടെയോ അധികം കണ്ടിട്ടില്ല. ലൈക്ക് ലുക്സ് കറക്റ്റ് നമ്മൾ യൂണിക്കോണെ പോലെ ഇരിക്കും. പക്ഷെ നല്ല കളർ ചേഞ്ച്, പക്ഷെ നല്ല ക്യൂട്ടാണ്. കുറേ ഹെയറും ടെയിലിൽ കുറേ ഹെയറൊക്കെ ആയിട്ട്. പിന്നെ ഫൈനലി നമ്മൾ ബിഗ് ഹോഴ്സിനെ ലാസ്റ്റ് ഫൈനൽ നമ്മൾ ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് കണ്ടേ അവരെന്തോ അതിനെ ട്രെയിനിങ് ചെയ്യാൻ എന്തിനോ കാര്യത്തിനുള്ളിലോട്ട് കയറ്റുമ്പോഴാണ് നമ്മൾ ക്യാമറ കാണിച്ചതും ആ ചേച്ചി കൂടുതൽ പോസ്റ്റ് ഇടാൻ തുടങ്ങിയത് ഗൈസ്. അവള് പോസ് ചെയ്യണ്ടല്ലോ. കാർമേഘം Say hi. You guys just take another try. Just sorry. Thank you. Perfect. Thank you. അങ്ങനെ ഫൈനലി നമുക്കും ടിക്കറ്റ് കിട്ടി ഗൈസ്. നമ്മളും ടിക്കറ്റ് എടുത്തു. നമ്മളും ട്രാവൽ ചെയ്യാൻ പോവുകയാണ്. സോ എക്സൈറ്റഡ്. Flew. Good job. Thank you very much. Thank you. Thank you. താങ്ക് യു. Ticket. കൂടുതലും കിഡ്സാണ് ട്രെയിനിൽ. അതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ നല്ല എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ലൈക്ക് ഓരോ റൈഡിലൊക്കെ കയറുന്നത്. അപ്പം ഞാനും ഒരുപാട് എക്സൈറ്റഡ് ആണ്. നമ്മൾ കാട്ടിലോട്ട് കയറിയിട്ടില്ല, കാട്ടിലോട്ട് കയറാൻ പോകുന്നേ ഉള്ളൂ. ഓരോ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ 20 മിനിറ്റ്സ് ആണ് ഈ ട്രെയിനിൽ. 3 പൗണ്ടോ സംതിങ് ഉള്ള ഇതാണ് എൻ്റെ ന്യൂ ക്രോക്സ്. അല്ല ആക്ച്വലി ന്യൂ അല്ല, കുറച്ച് ഓൾഡാണ്. പക്ഷേ സ്റ്റിക്കേഴ്സൊക്കെ ന്യൂ ആണ്. ഇവിടെ കുറേ പേരൊക്കെ ലൈക്ക് ആക്ച്വലി ഇത് സ്റ്റിക്കേഴ്സ് അല്ല, എന്തോ ക്രോക്ക് ജിബിറ്റ്സോ അങ്ങനെ എന്താണ് ഇതിനെ പറയാൻ എനിക്കറിയത്തില്ല. പിക്നിക്കിനൊക്കെ വന്നിട്ടുണ്ട്. കുറേ പേര് സൈക്കിൾ റൈഡിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ക്യാമറ കാണിച്ചപ്പോൾ ഈ പയ്യൻ കൂടുതൽ ഷോ കാണിക്കാൻ തുടങ്ങി ഗൈസ്, ലൈക്ക് നാട്ടിലെ പിള്ളേരെ പോലെ. അങ്ങനെ നമ്മൾ ഫൈനലി കാട്ടിലോട്ട് കയറാൻ പോവുകയാണ്. സ്റ്റാർട്ടിങ്ങിന് ഒരുപാട് ബേർഡ്സിനെ കാണാം. അങ്ങനെ നമ്മൾ ഉൾക്കാട്ടിലോട്ടൊക്കെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ കിഡ്സിനെ എൻ്റർടൈൻ ചെയ്യിക്കാൻ ഈ കോപ്പൈലറ്റ് ലൈക്ക് ബബിൾസൊക്കെ വിട്ടു. അപ്പോൾ പിള്ളേർ കൂടുതൽ ലൈക്ക് ഹാപ്പിയായി. നമ്മളൊട്ട് പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ ഇയാൾ ബബിൾസൊക്കെ വിട്ട്. 3 പൗണ്ടിന് ആക്ച്വലി ഇത് വെർത്തായൊരു ട്രിപ്പാണ്. എനിക്ക് ആക്ച്വലി നല്ല ഇഷ്ടപ്പെട്ടു. ലൈക്ക് 20 മിനിറ്റ് കൊണ്ട് നമ്മൾ ആക്ച്വലി കാട് മൊത്തം കാണും ചെയ്തു. എനിക്ക് ലൈക്ക് പറച്ചിലും ആക്ച്വലിയും കുറച്ച് കൂടുന്നുണ്ട് ഗൈസ്. ഞാനത് ശ്രദ്ധിക്കാൻ കുറയ്ക്കാം.
സൈഡിൽ കൂടെ പോയ ആൾ ഈ കാട് ഫുള്ളും ലൈക്ക് ചെക്ക് ചെയ്യാൻ നടക്കണം. ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പെട്ടിക്കിടക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ ഇദ്ദേഹം ഇങ്ങനെ ഫുള്ള് ഈ കാട് മൊത്തം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നടക്കിൽ ആ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ വീണ്ടും നമ്മൾ ആ ബേർഡ്സിനെ കുറേ കണ്ടു. ഈ തടാകത്തിൽ നിന്ന് നീന്തി തുടിച്ച് അവർ വീണ്ടും വന്ന് കരയിൽ കയറി വിശ്രമിക്കും. അങ്ങനെ ഫൈനലി നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞു. നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് ഗേൾസ്. എല്ലാത്തിനോടും ബൈ ബൈ പറഞ്ഞു. അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിലിടാവുന്നതാണ്. ഞാൻ ഈ ലൊക്കേഷൻ ഇതിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ബൈ.